ഭരണങ്ങാനത്തെ ഭക്തിസാന്ദ്രമാക്കി വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം. ഭരണങ്ങാനം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ആഘോഷങ്ങളുടെ കൊടിയേറ്റ ഞായറാഴ്ച രാവിലെ 11:15 പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങേട്ട് നിർവഹിച്ചു. മാർ ജോസഫ് പള്ളിക്കപ്പറമ്പിൽ, മാർ മാത്യു അറയ്ക്കൽ, മാർ ജോസഫ് കൊല്ലംപറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുനാളിനോടനുബന്ധിച്ച് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫി തട്ടിൽ, കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ എന്നിവരുൾപ്പെടെ 14 മെത്രാന്മാർ വിവിധ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും സന്ദേശം നൽകുകയും ചെയ്യും. തിരുനാൾ ദിവസങ്ങളിൽ 300-ലധികം വൈദികർ തീർത്ഥാടന കേന്ദ്രത്തിൽ കുർബാന അർപ്പിക്കും. പ്രാർത്ഥനയ്ക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ വലിയ പിതാവാണ് അൽഫോൻസാമയെ അൾത്താരയിൽ എത്തിച്ചയാള്. യാതൊരു സംശയവുമില്ല. അതിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ സിംഹാസനവുമായിട്ട് ആലോചനകൾ നടത്തി, നല്ല കറസ്പോണ്ടൻസ് നടത്തി, അമ്മ ഇന്ന് ലോകം മുഴുവനും താരയിൽ വണങ്ങപ്പെടുന്നതിൻ്റെ പ്രധാന കാരണക്കാരൻ പള്ളിക്കപ്പറമ്പിൽ വലിയ പിതാവാണ്. അതുകൊണ്ട് പിതാവിൻ്റെ സാന്നിധ്യത്തിന് നമുക്ക് വലിയ ആഹ്ലാദമാണുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട കൊല്ലംപറമ്പിൽ പിതാവ് കൂട്ടത്തിലുണ്ട്. പിതാവ് അടുത്ത ദിവസത്തോടെ പരിശുദ്ധ കുർബാന അർപ്പിക്കും. പിതാവ് നല്ല മിഷണറിയാണ്. നമ്മുടെ സിനഡിൽ പൗരസ്ത്യ സഭകളുടെ ഐഡന്റിറ്റിയെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കുന്ന ചുരുക്കം ചില പിതാക്കന്മാരിൽ ഒരാളാണ് കൊല്ലംപറമ്പിൽ പിതാവ്. അദ്ദേഹം നല്ലപോലെ പഠിച്ച് ഒരുങ്ങി നിർഭയത്തോടുകൂടി സിനഡിൽ നടത്തുന്ന ഇന്റർവെൻഷൻസ് സഭയുടെ ഐക്യത്തിന് കൂടുതൽ ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ നിങ്ങളെല്ലാവരെയും ബഹുമാനപ്പെട്ട MLA പ്രിൻസിലമ്മ, ഇതിനോട് ബന്ധപ്പെട്ട് ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തിയും എല്ലാവരും വളരെ പ്രധാനപ്പെട്ടതാണ്. താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ നേതൃത്വം നൽകുന്ന സംഘത്തിൽ രൂപതയിൽ നിന്നുള്ള 60-ലധികം വൈദികരും സമർപ്പിതരും ഇടവക പ്രതിനിധികളും പങ്കെടുക്കും. കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിന്റെ നേതൃത്വത്തിലും വൈദിക പ്രതിനിധികൾ തിരുനാളിൽ പങ്കെടുക്കും. മലങ്കര സഭയെ പ്രതിനിധീകരിച്ച് മൂവാറ്റുപുഴ രൂപതാധ്യക്ഷൻ യോഹാനൻ മാർ തെയോഡോഷ്യസും, ലത്തീൻ സഭയെ പ്രതിനിധീകരിച്ച് കൊച്ചി രൂപതാധ്യക്ഷൻ മാർ ആന്റണി കാട്ടിപ്പറമ്പിലും വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. ജൂലൈ 25 വൈകിട്ട് 5 അൽഫോൻസ നാമധാരികളുടെ സംഗമം നടക്കും. തിരുനാളിന്റെ 10 ദിവസവും കബറുടെ ദേവാലയം 24 മണിക്കൂറും ഭക്തർക്കായി തുറന്നിരിക്കും. രാത്രികളിൽ ജാഗരണ പ്രാർത്ഥനകളും നൊവേനയുടെ 9 ദിവസങ്ങളിലും വൈകിട്ട് 6 ആഘോഷമായ ജപമാല റാലിയും നടക്കും. ജൂലൈ 28 പ്രധാന തിരുനാൾ ആഘോഷം നടക്കും.